അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന നടക്കുന്നു എന്ന കാര്യം ദിലീപിനോട് സംസാരിച്ചിരുന്നു എന്ന് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ വിവരങ്ങളുമായിട്ട് ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫെനി പറഞ്ഞിരിക്കുന്നത്? മനു, ഈ പൾസർ സുനി കീഴടങ്ങുന്നതിന്റെ ഏതാനും ദിവസങ്ങൾ മുൻപ് സുനിയുടെ സുഹൃത്തുക്കൾ തന്നെ വന്ന് കണ്ടിരുന്നു എന്നാണ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. മനോജ്, രാജേഷ് എന്നിങ്ങനെ പേരുകളുള്ള 2 പേരാണ് തന്നെ വന്ന് കണ്ടത്. പ്രധാനമായും അവർ ആവശ്യപ്പെട്ടത് സുനിക്ക് കീഴടങ്ങാനുള്ള സൗകര്യം ചെയ്തു തരാൻ കഴിയുമോ എന്നാണ് തന്നോട് ആവശ്യപ്പെട്ടതെന്ന് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. അതിനായി അവർ കൂടിക്കാഴ്ച നടത്തിയത്, ഈ 2 സുഹൃത്തുക്കൾ വന്ന് കണ്ടത് ചെങ്ങന്നൂരിലുള്ള കോടതിയുടെ പരിസരത്ത് വെച്ചാണ് തങ്ങൾ കൂടിക്കാഴ്ച നടത്തിയത്. അത് പറഞ്ഞത് പ്രകാരം ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മാവേലിക്കര കോടതിയിൽ കീഴടങ്ങാം എന്ന് ഫെനി ബാലകൃഷ്ണൻ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് മാവേലിക്കര കോടതിയിൽ കീഴടങ്ങാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു മാഡത്തോട് ചോദിച്ചതിന് ശേഷം പറയാം എന്ന് അവർ സൂചിപ്പിച്ചതായും ഫെനി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. ഈ സംഭവത്തിന് ശേഷം ഇക്കാര്യങ്ങൾ പറയാനായി ദിലീപിനെ താൻ ഫോൺ ചെയ്തു. എന്നാൽ അപ്പോൾ ദിലീപിനെ കിട്ടിയില്ല. തന്റെ മിസ് കോൾ കണ്ടതിന് ശേഷം ദിലീപ് തിരിച്ചു വിളിച്ചു എന്നാണ് ഫെനി ബാലകൃഷ്ണൻ പറയുന്നത്. തിരിച്ചു വിളിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ ഇത്തരത്തിൽ പൾസർ സുനിയുടെ സുഹൃത്തുക്കൾ തന്നെ വന്ന് കണ്ടിരുന്ന കാര്യം ദിലീപിനോട് പങ്കുവച്ചു. ഇതൊന്ന് സൂക്ഷിക്കണം എന്ന് ദിലീപിനോട് താൻ പറഞ്ഞു എന്നും ഫെനി ബാലകൃഷ്ണൻ പറയുന്നു. അപ്പോൾ ദിലീപ് പറഞ്ഞത് ശരിയാണ്, അത്തരത്തിലൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്ന് ദിലീപ് തന്നോട് പറഞ്ഞുവെന്നും ഫെനി ബാലകൃഷ്ണൻ ഇപ്പോൾ പറയുകയുണ്ടായി. എന്നാൽ പിന്നീട് താൻ കാണുന്നത് ഈ 2 പേരെയും പൾസർ സുനിയെയും സുഹൃത്തുക്കളെയും കോടതിയിൽ നിന്ന്, എറണാകുളത്തെ കോടതിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു പോകുന്ന കാഴ്ചയാണ് പിന്നീട് താൻ കണ്ടത് എന്നും ഫെനി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫെനി ബാലകൃഷ്ണന്റെ മൊഴി, അല്ലെങ്കിൽ ഫെനി ബാലകൃഷ്ണൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി. എങ്കിൽ തന്നെയും പോലീസ് ഒരു പക്ഷേ ഫെനി ബാലകൃഷ്ണന്റെ മൊഴി എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിലൊരു കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫെനി ബാലകൃഷ്ണന്റെ മൊഴി എടുക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചോദിക്കുമെന്നാണ് കരുതുന്നത്. ദിലീപുമായി സംസാരിച്ച വിഷയവും പൾസർ സുനിയുടെ സുഹൃത്തുക്കൾ വന്ന് കണ്ടതും, ഈ മനോജ് ആരാണ്, രാജേഷ് ആരാണ്, ഇതിലൊരാൾ തമിഴാണ് സംസാരിക്കുന്നത് എന്നും ഫെനി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. അപ്പോൾ ഇവർ ആരാണ് എന്നതിന്റെ കാര്യങ്ങൾ അറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ സംസാര മധ്യേ സൂചിപ്പിച്ച മാഡം ആരാണ് എന്നുള്ളതും പോലീസിന് അറിയേണ്ടതുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇനി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഫെനി ബാലകൃഷ്ണൻ ദിലീപിനോട് പങ്കുവച്ച സംശയം, ഏതോ ഒരു മാടത്തെ കേന്ദ്രീകരിച്ച് എന്തൊക്കെയോ ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നതാണോ? തീർച്ചയായും. കാരണം ഈ പൾസർ സുനിയുടെ സുഹൃത്തുക്കളാണ് അത്തരത്തിൽ പറഞ്ഞത്. കീഴടങ്ങാം, മാവേലിക്കര കോടതിയിൽ അതിനുള്ള സൗകര്യം ഒരുക്കാം എന്ന് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ അത് മാഡത്തിനോട് ചോദിച്ച ശേഷം അറിയിക്കാം എന്ന് ഈ സുഹൃത്തുക്കൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ദിലീപുമായും സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ മാഡം എന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ആരാണ് മാഡം എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ദിലീപ് പറഞ്ഞത് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ഇതെല്ലാം സംശയത്തിന്റെ നിഴലിൽ വരുന്ന കാര്യങ്ങളാണ്. ആരാണ് ഈ സുഹൃത്തുക്കളെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്, മാഡം ആരാണ് എന്ന് അറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ദിലീപുമായി സംസാരിച്ച കാര്യങ്ങളും ശരി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ കേസിൽ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന കാര്യവുമായി ഇപ്പോൾ ഫെനി ബാലകൃഷ്ണന്റെ ഒരു പരാമർശം വന്നിരിക്കുന്നു.